ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. മുടിയൊക്കെ ഒന്ന് ഉണങ്ങി വരുന്ന പരുവത്തിന് നമുക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഹെയർ സിറം എങ്ങനെയാണ് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന, അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ വരുന്നൊരു കാര്യമാണ് അല്ലേ, മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്ന അവസ്ഥ. അപ്പോൾ അതിനെല്ലാത്തിനും നല്ല ഒരു ഹെയർ സിറം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതുപോലെ എൻ്റെ മുടി അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ തന്നെയാണ്. മുടി ഡെയിലി ഓയിൽ ചെയ്തില്ലെങ്കിൽ മുടി ഡ്രൈ ആയി പോവും. അപ്പോൾ നമുക്ക് ഡെയിലി ഓയിൽ ചെയ്യാൻ എല്ലാവരെയും കൊണ്ട് പറ്റണമെന്നുമില്ല. അപ്പം നമ്മൾ ഡെയിലി ഓയിൽ ചെയ്യാത്തവർക്കാണെങ്കിലും ഈ ഒരു ഹെയർ സിറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പോരായ്ക കൂടി മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് കിടിലൻ കിടുക്കാച്ചി ഒരു ഹെയർ സിറമാണ് ഞാനിപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഹെയർ സിറം തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ മുടി വളർച്ചയെ കൂടി സഹായിക്കും. നമുക്ക് ഈ ഒരു ഹെയർ സിറം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ചെമ്പരത്തി പൂവാണ് ഫസ്റ്റ് ആയിട്ട് വേണ്ടത്. റെഡ് കളറിൽ വേണം എടുക്കാനായിട്ട്. ഏത് ടൈപ്പ് ആണെങ്കിലും 5 ഇതളുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പോലെ കട്ടയായിട്ടുള്ള ചെമ്പരത്തി പൂ എടുക്കുക. പിന്നെ നമ്മുടെ ഹെയർ സിറമിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ് വാട്ടർ. അപ്പോൾ നമ്മൾ ഇവിടെ റോസ് വാട്ടറല്ല, ഫ്രഷ് ആയിട്ടുള്ള റോസപ്പൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ റോസ് വാട്ടർ 1 സ്പൂൺ ആഡ് ചെയ്താലും മതിയാവും. എങ്ങനെയായാലും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ല എന്ന് ഓർത്തിട്ട് വിഷമിക്കണ്ട. നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഇതിന് പകരം നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് എടുക്കാം കേട്ടോ, അത് ഞാൻ പറയാം. ഇപ്പോൾ ഫ്ലാക്സ് സീഡ് എവിടെ നിന്ന് കിട്ടുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചു. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡ് കിട്ടും. ഇത് ഹെയറിനും അതുപോലെ സ്കിന്നിനും ഒക്കെ നല്ലതാണ്. ഇതൊരെണ്ണം എന്തായാലും വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്ലാക്സ് സീഡ് ഇവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്ത് വയ്ക്കുക. ഫ്ലാക്സ് സീഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ കഴുകിയിട്ട് വേണം കേട്ടോ നമ്മൾ ജെല്ല് ഉണ്ടാക്കാനായിട്ട്. അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്ലാക്സ് സീഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അലോവേരയുടെ ലീഫ് എടുക്കാം. അതിൻ്റെ അകത്ത് ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സിറം തയ്യാറാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാം. അല്ല നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണുള്ളതെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ഒരു പാൻ എടുത്ത് അതിൽ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ ഫ്ലാക്സ് സീഡ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റോസാപ്പൂല്ലേ, അതിൻ്റെ ഇതളുകൾ മാത്രം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് 1 or 2 ഒക്കെ ഇട്ടാലും കുഴപ്പമില്ല, നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെമ്പരത്തി പൂവും, ഇതിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 ചെമ്പരത്തി പൂവ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി അടപ്പത്ത് വെച്ച് ഇത് റെഡിയായതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ, ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ചൂടായിട്ട് പോലും ഇല്ല നമ്മുടെ വെള്ളം. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഹെയർ സിറം നമുക്ക് പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്തടുത്ത വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഗുണം നമ്മുടെ ഹെയറിന് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മുടിയുടെ വരൾച്ചയും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും ഹെയർ സിറം നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഹെയർ സിറം ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അല്ലേ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി നമുക്ക് ഇതേപോലെ തന്നെ തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെയും റോസപ്പൂവിൻ്റെയും ഒക്കെ പെറ്റൽസ് നന്നായിട്ട് തന്നെ വെള്ളത്തിൽ മുങ്ങാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഒരുപാട് നമ്മൾ കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റിക്കി ആയിട്ട് പോകാനായിട്ട്, കൂടുതൽ കട്ടയായിട്ടൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചെറിയ ഒരു സ്റ്റിക്കിനെസ് ഇപ്പോൾ തന്നെ ഇത് വന്നിട്ടുണ്ടാകും. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഫ്ലാക്സ് സീഡ് ചേർന്നുകൊണ്ടാണത്. അപ്പോൾ അതിങ്ങനെ തന്നെ ഇരിക്കട്ടെ കുറച്ച് സമയം. തണുത്തതിന് ശേഷം നമുക്കിനി ഇതെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ചെറിയ സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിക്കി ആയി പോവും, കട്ടയായി പോവും. അതുകൊണ്ടാണ് നല്ല കറക്റ്റ് നമ്മുടെ ഒരു ഹെയർ ജെൽ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പരുവത്തിന് ഇത് നമുക്ക് കിട്ടും. നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബദാം ഓയിലാണ്. ബദാം ഓയിൽ 1 ടീസ്പൂൺ ബദാം ഓയിൽ ചേർക്കുന്നത് നല്ലതാണ്. ഓൾറെഡി ഞാൻ ആഡ് ചെയ്തപ്പോൾ പക്ഷേ അത് മിസ്സായിപ്പോയി ഷൂട്ട് ചെയ്തപ്പോൾ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കാണിക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ്. ഇതൊരു ഫ്യൂ ഡ്രോപ്സ് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഞാനതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ ഫ്ലാക്സ് സീഡ് ഇല്ലെങ്കിൽ നമുക്ക് അലോവേര യൂസ് ചെയ്യാം. അതായത് ഈ സമയത്ത് നമുക്ക് അലോവേര യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് ഓർഗാനിക് നെക്ടറയുടെ അലോവേര ജെല്ലാണ്. നമ്മുടെ വൈറ്റ് കളറിലുള്ള അലോവേര ജെല്ലാണ്. ഇത് കണ്ടോ, പ്രത്യേകിച്ച് നല്ല ഒറിജിനൽ ഒരു മണമാണ്, അല്ലാതെ ഒരു പ്രത്യേകിച്ചുള്ള ഫ്ലേവർ സ്മെല്ലൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അല്ല ഇങ്ങനെ ഒരു പച്ച മണമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെന്തായാലും 1 സ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുടി കുറച്ച് സോഫ്റ്റ് ആകാനൊക്കെ നല്ലതാണ് അലോവേര ജെല്ല്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഫ്ലാക്സ് സീഡ് ഉണ്ടെങ്കിൽ പോലും ഒരു എക്സ്ട്രാ ഗുണം തന്നെയാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലാക്സ് സീഡ് ഇല്ലെങ്കിൽ അലോവേര ജെല്ല് ആഡ് ചെയ്യുമ്പോൾ 2 സ്പൂൺ എടുക്കുക. ഈ അലോവേര ജെല്ല് നന്നായിട്ട് ഇതിലേക്ക് മെൽറ്റ് ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് പുറത്ത് വയ്ക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം. ഇപ്പോൾ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ വേരിയേഷൻ ഉണ്ടാകും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഉപയോഗിക്കാനായിട്ട് മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ കൂടി ഈ ഒരു ഹെയർ സിറം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ അലോവേര പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കത് അങ്ങനെ ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഉടനെ മുടി ഒന്ന് ഉണങ്ങി വരുന്ന പരുവത്തിന് വേണം ഉപയോഗിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നു അതേപോലെ നമുക്ക് ഒരു ദിവസം ഫുള്ള് നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് നൈറ്റ് ഹെയർ കെയറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഈ ഹെയർ സിറം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് മുടിയൊക്കെ ചീകി ശരിയാക്കില്ലേ, ആ സമയത്ത് നമുക്കിത് ഹെയറിലും അതേപോലെ തന്നെ സ്കാൽപ്പിൽ ഉപയോഗിക്കാം. യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അത് നന്നായിട്ട് നിലനിർത്താനും അതുപോലെ തന്നെ മുടിയുടെ അറ്റം പൊട്ടുക, മുടിയുടെ ഇടയ്ക്ക് പൊട്ടുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടാൻ കൂടി ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. അപ്പം നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഹെയർ ഞാനൊന്ന് കോംബ് ചെയ്യാണ്. അപ്പം എൻ്റെ മുടി ഇപ്പോൾ സ്ട്രെയിറ്റൻ ചെയ്യാൻ ആ ഒരു രീതിയിലല്ല ഞാനിത് ചെയ്യുന്നത്. ജസ്റ്റ് ഹെയറിൻ്റെ ഒരു സ്പ്ലിറ്റൻസും അതുപോലെ ഡ്രൈനെസ്സും ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഉടനെ മുടി വാഷ് ചെയ്ത് വന്നതോ അല്ല കേട്ടോ. എന്നാലും ഞാനിത് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഞാൻ കാണിക്കാം. മുടി എപ്പോഴും കോംബ് ചെയ്യുമ്പോൾ വൈറ്റ് കോംബ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മുടി നമ്മുടെ പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ മുടിയുടെ അറ്റമാണ് ആദ്യം ചെയ്യേണ്ടത്, അതിനുശേഷം വേണം മുകളിൽ നിന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഉടൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.